പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ തിരക്കുള്ളവരായതുകൊണ്ട് ഡയറക്റ്റ് വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മർക്കോസിലെ സുവിശേഷം 2:17. അവിടെ യേശു നമ്മോട് പറയുന്നതാണ്. യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ആരോഗ്യമുള്ളവൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. രോഗിയാണ്, രോഗം വരുമ്പോഴാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് തുടർന്ന് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് പ്രധാനപ്പെട്ടത്. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന് യേശു പറയാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ ആശ്വസിപ്പിക്കും. കാരണം ഞാൻ പാപിയാണ് എന്ന് തിരിച്ചറിവുണ്ടോ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഈ ശുശ്രൂഷയ്ക്കായിട്ട് കഴിഞ്ഞ 10-18 വർഷക്കാലം അച്ഛൻ ശുശ്രൂഷയായിട്ട് ആത്മീയ നവീകരണ ശുശ്രൂഷകളിലാണ്. ഇപ്പോഴാണ് അച്ഛൻ ഏങ്ങണ്ടൂർ വന്നപ്പോഴാണ് സ്കൂളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ബന്ധപ്പെട്ട്. പക്ഷെ അതുവരെ ഞാൻ ഈ നവീകരണത്തിന് ഇപ്പോഴും അതൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ച് ടൈമൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അച്ഛൻ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതം ഞാനൊരു പാപിയാണ് എന്ന് ഹൃദയം കൊണ്ടൊരു വ്യക്തിക്ക് യേശുവിനോട് പറയാം, ആ വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെട്ടു. നമ്മളുടെ വിഷയം നമ്മൾ പാപിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. നാട്ടുകാർക്ക് മുഴുവൻ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് മാത്രം ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നലാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമ്മുടെ ജീവിതം രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു അനുതാപം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു അനുതാപം ഉണ്ടാകുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരിക്കലും അത് കുറ്റബോധത്തിലേക്ക് പോകരുത്. മോശമായി ഞാൻ ചെയ്തു പോയി അങ്ങനത്തെ ഒരു സംഭവം അല്ല സഹോദരങ്ങളെ. അതായത് നമുക്ക് വീഴ്ച വരാത്തത് ആരാ ഉള്ളത്? പക്ഷേ ആ വീഴ്ച നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ, ആഴമായ ഒരു അനുതാപ കണ്ണീരോട് അത് ഏറ്റുപറയുവാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് പറയാം. യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. തുടർന്ന് പറയാണ്, നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാനാണ് യേശു വന്നത്. യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.